കേവലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വ്യതിയാനത്തിനുള്ള തുടക്കമായിരിക്കുമെന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. കേവലമായൊരു വോട്ട് ഷിഫ്റ്റ് അല്ല, മറിച്ച് ആശയപരമായിട്ടുള്ള ഒരു വ്യതിയാനം സംസ്ഥാനത്തിന്റെ പൊളിറ്റിക്സിൽ, രാഷ്ട്രീയത്തിൽ ആശയപരമായിട്ടുള്ള ഒരു വ്യതിയാനം നടക്കും. അതാണ് നടന്നിരിക്കുന്നത്. ബി.ജെ.പി. ഒരു കാലത്തും കേരളത്തിൽ ജയിക്കില്ല. എവിടെയൊക്കെ ബി.ജെ.പി. ജയിച്ചാലും കേരളത്തിൽ ബി.ജെ.പി. ജയിക്കില്ല. ബി.ജെ.പിക്ക് കേരളം ബാലികേറ മലയായി തന്നെ നിൽക്കും. ഇരു മുന്നണികളുടെയും അവകാശവാദം ഇങ്ങനെയായിരുന്നു. മുഖ്യമന്ത്രിയാവട്ടെ കുറച്ചുകൂടി കടന്നു പറഞ്ഞു, ബി.ജെ.പി. ഒരു സ്ഥലത്തും രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ല. ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് പോകട്ടെ, രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ല. അത് ഉറപ്പുവരുത്താനുള്ള ശേഷി ഇടതുപക്ഷത്തിനുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ അത്തരം അതിരുകടന്ന പ്രഖ്യാപനങ്ങൾ, അവകാശവാദങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു. കേരളത്തിലും ബി.ജെ.പിക്ക് ഇടമുണ്ട് എന്നുള്ള വ്യക്തമായ സൂചന, വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞാൻ ആശയപരമായ ഒരു ഡീവിയേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞതിന്റെ കാരണം, അത് നിങ്ങൾ ആറ്റിങ്ങലിലെയും ആലപ്പുഴയിലെയും എന്തിന് എളമരം കരീമിന്റെ ബൂത്തിലെയും ഒക്കെ വോട്ടുകൾ നിങ്ങൾ നോക്കിയാൽ മതി. ആറ്റിങ്ങലിലും ആലപ്പുഴയിലും ആലത്തൂരിലും മാത്രമല്ല, കേരളത്തിലെ പല ബൂത്തുകളിലും നിങ്ങൾ നോക്കിയാൽ സംസ്ഥാനത്തെ പ്രമുഖരായിട്ടുള്ള പല രാഷ്ട്രീയ നേതാക്കളുടെയും സ്വന്തം ഇടങ്ങളിൽ മാധ്യമപ്രവർത്തകർ ഒരു പരിശോധന നടത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്വന്തം ബൂത്തുകളിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ സ്വന്തം ബൂത്ത്, അതുപോലെ മത്സരിച്ച പല സ്ഥാനാർത്ഥികളുടെയും UDF LDF വ്യത്യാസമില്ലാതെ മത്സരിച്ച പല സ്ഥാനാർത്ഥികളുടെയും ബൂത്തുകൾ നിങ്ങൾ നോക്കിയാൽ ഈ വ്യതിയാനം എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ എളമരം കരീമിന്റെ ബൂത്ത് ഞാൻ പറയാൻ കാരണം, ബി.ജെ.പി. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട്. അപ്പൊ അവിടെയൊക്കെ CPM-ന്റെ ഉന്നതന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ ബൂത്തുകളിൽ, ഇവിടുത്തെ നോർത്തിലെ MLA-യുടെ ബൂത്തിൽ ഒക്കെ നോക്കിയാൽ നമുക്ക് വ്യാപകമായിട്ട് ഇത് കാണാൻ സാധിക്കും. ബി.ജെ.പി. പരമ്പരാഗതമായ അതിന്റെ വോട്ട് ബലത്തോടൊപ്പം ഇതുവരെ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഭൂരിപക്ഷ സമുദായത്തിലെ പട്ടികജാതി, പട്ടികവർഗം, ഞാൻ ഈ കാര്യം എടുത്തു പറയുന്നതിന്റെ കാരണം, പല മാധ്യമങ്ങളും അങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയതായി കണ്ടില്ല. ഇപ്പൊ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ പട്ടികവർഗ കേന്ദ്രങ്ങൾ നിങ്ങൾ നോക്കണം. കേരളത്തിലെ ഒട്ടുമിക്ക പട്ടികജാതി വോട്ടർമാർ കൂടുതലുള്ള ബൂത്തുകൾ നിങ്ങൾ നോക്കണം. ഞങ്ങൾ അത് പരിശോധിച്ചപ്പോ, ഉദാഹരണം, ആ വോട്ടർമാർക്കിടയിൽ ഇതാദ്യമായിട്ട് കേരളത്തിൽ അടിസ്ഥാന വോട്ടർമാർക്കിടയിൽ, പിന്നെ ഈഴവാദി പിന്നോക്ക ജനവിഭാഗങ്ങൾ വേറെ, ഒരു വലിയ സാമൂഹ്യ മാറ്റം ഈ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിരിക്കുന്നു. മതന്യൂനപക്ഷങ്ങൾക്കിടയിലും ഭാരതീയ ജനതാ പാർട്ടി തൊട്ടുകൂടാൻ വയ്യാത്ത ഒരു പാർട്ടിയാണെന്നുള്ള ധാരണ തിരുത്തപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാന സവിശേഷതകളിൽ ഒന്ന് അതാണ്. തൊട്ടുകൂടാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ് ബി.ജെ.പി. എന്നുള്ള അഭിപ്രായം പ്രബലമായിട്ടുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് പോലും ഇല്ല. ശരിയാണ്, ഇന്നലെ ഓർത്തഡോക്സ് സഭയുടെയും യാക്കോബായ സഭയുടെയും കത്തോലിക്ക സഭയുടെയും എല്ലാം പ്രസ്താവനകൾ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും മണിപ്പൂരിനെ കുറിച്ചാണ് ഏറ്റവും വലിയ നീചമായ വിഷം കലർന്ന പ്രചരണം നടന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ്. ഇപ്പോ പ്രബലമായിട്ടുള്ള ക്രൈസ്തവ സഭകൾ തന്നെ പറയുന്നു, മണിപ്പൂരിൽ നടന്നത് ഗോത്രവർഗ കലാപമായിരുന്നു, ഹിന്ദുക്കളും അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, എത്ര നീചമായ പ്രചരണമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസും CPM-ഉം ഇരു മുന്നണികളും ഇവിടെ നടത്തിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നതിന് ശേഷം പ്രബലമായിട്ടുള്ള ക്രൈസ്തവ സഭകളുടെ ആചാര്യന്മാര്, നേതാക്കന്മാര് പറയുന്നു, ഗോത്രവർഗ കലാപമാണ് മണിപ്പൂരിൽ നടന്നത്. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. വൈകിയാണെങ്കിലും വസ്തുത പുറത്തു വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തെരഞ്ഞെടുപ്പുകളൊന്നും അവസാനിക്കുന്നില്ലല്ലോ. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിലോ ആ പ്രചാരണം നടക്കുന്ന ഘട്ടത്തിലോ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അത്രമാത്രം പ്രയോജനം കേരളത്തിന്റെ പൊതുസമൂഹത്തിനുണ്ടാവുമായിരുന്നു. വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിന് എത്രമാത്രം കൂടുതൽ അവസരങ്ങൾ കിട്ടുമായിരുന്നു. എന്താണ് അങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ പറയായിരിക്കും.
തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലുമെല്ലാം തെരഞ്ഞെടുപ്പിന്റെ ഫലം നിങ്ങൾ പരിശോധിച്ചാൽ 15,000, 16,000 വോട്ടിനാണ് BJP തോറ്റത്. സാധാരണ പറയാറുണ്ട്, സത്യം ചെരുപ്പിടാൻ തുടങ്ങുമ്പോഴേക്കും നുണ ലോകം ചുറ്റി തിരിച്ചു വന്നിരിക്കുന്നു. യാക്കോബായ സഭയുടെയും ഓർത്തഡോക്സ് സഭയുടെയും കത്തോലിക്ക സഭയുടെയും എല്ലാം ഈ സത്യപ്പറച്ചിൽ ഒരു മാസം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. കേരളത്തിന്റെ വികസനത്തിന് അത് കുറെ കൂടി പ്രയോജനം ചെയ്യുമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മറ്റു പല രാഷ്ട്രീയ വിഷയങ്ങളെ പോലെ തന്നെ ഉയർന്നു വന്ന ഒരു പ്രശ്നം, വോട്ടർമാർ ചിന്തിച്ച ഒരു പ്രശ്നം സാമൂഹ്യനീതിയുടെ സന്തുലിതാവസ്ഥയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും LDFും UDFും ആ വസ്തുതയോട് സകാരാത്മകമായ ഒരു സമീപനം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വങ്ങൾ വ്യക്തമാക്കുന്നത്. സാമൂഹ്യനീതിയുടെ വലിയൊരു പ്രശ്നമുണ്ട് കേരളത്തിൽ. നോക്കൂ, നിങ്ങൾ കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം, അവരുടെ സാമുദായിക അടിസ്ഥാനത്തിലുള്ള കണക്ക് നിങ്ങളൊന്ന് നോക്കൂ. എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വീകരിക്കുന്നത് ഇത്തരത്തിലുള്ള സാമൂഹ്യനീതിയുടെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളായിട്ട് ഇത് പറഞ്ഞുണ്ടാക്കുന്നതല്ല. സാമൂഹ്യനീതിയെ കണക്കാക്കിയിട്ടാണ് ലോക്സഭയിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്നത്, നിയമസഭയിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് എറണാകുളത്ത് ഒരു കാലത്തും അത് ലംഘിക്കാതെ തന്നെ സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നത്? അങ്ങനെ പല മണ്ഡലങ്ങളിലും. മലപ്പുറത്ത് എപ്പോഴെങ്കിലും അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായിട്ടുണ്ടോ? സാമൂഹ്യനീതിയുടെ സന്തുലിതാവസ്ഥ, സാമൂഹ്യനീതി ഉറപ്പുവരുത്തുക എന്നുള്ളത് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പുകളിലും ഭരണനിർവഹണ കാര്യത്തിലുമൊക്കെ മുന്നണികളും സർക്കാരുകളും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോ കേരളത്തിലെ ആകെ രാജ്യസഭാ അംഗങ്ങളുടെ കണക്ക് നോക്കിയാൽ സാമൂഹ്യനീതി എവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലാവും. CPMന്റെ ഉന്നതനായ നേതാവ് G. സുധാകരൻ കഴിഞ്ഞ ദിവസം വളരെ ശക്തമായിട്ടുള്ള ചില വിമർശനങ്ങൾ നടത്തുകയുണ്ടായി. ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് സഖാവ് G. സുധാകരന്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇതാണ് എന്ന് പരസ്യമായി പറഞ്ഞിരുന്നു. നിങ്ങളെയൊക്കെ റെക്കോർഡുകളിൽ ഉണ്ടെങ്കിൽ അതെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. ഞാനിത് നേരത്തെ പറഞ്ഞിരുന്നു. G. സുധാകരന്റെ നിലപാടുകൾ വ്യക്തിപരമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. നോക്കൂ, ആലപ്പുഴ ജില്ലയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയും പരിശോധിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴാണ് പരിശോധിക്കാൻ പോകുന്നത്? ആലപ്പുഴ ജില്ലയിലെല്ലാം CPM ഒരു പോപ്പുലർ ഫ്രണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആലപ്പുഴ, പുന്നപ്രയിലും വയലാറിലും അടക്കം BJP ഒന്നാം സ്ഥാനത്ത് വന്നു. വെറുതെ വന്നതല്ല. ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പാർട്ടിയിൽ അംഗത്വം എടുത്തവരുടെ ഡെമോഗ്രഫിയെ, റിലീജിയസ് ഡെമോഗ്രഫി നിങ്ങളൊന്ന് എടുത്ത് നോക്കണം. അതിന്റെ ഒരു കണക്ക് നിങ്ങളൊന്ന് നോക്കണം. ജനസംഖ്യ അനുപാതം. ഏത് കുഴൽപ്പണക്കാരനും കള്ളപ്പണക്കാരനും മണൽ കടത്തുകാരനും മാഫിയ പ്രവർത്തനം നടത്തുന്നവനും ഒരു സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ അവന് പാർട്ടിയിൽ അംഗത്വം കൊടുക്കുക. പുന്നപ്രയിലും വയലാറിലും മണ്ണന്തലയിലും കായംകുളത്തും ഹരിപ്പാടും എല്ലാമുള്ള ലോക്കൽ കമ്മിറ്റികൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ, ഞാനിതെല്ലാം വസ്തുതാപരമായി പരിശോധിച്ചിട്ടാണ് പറയുന്നത്, അവിടെയെല്ലാം പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച് പാർട്ടി കെട്ടിപ്പൊക്കിയ പ്രബലമായിട്ടുള്ള പിന്നോക്ക ഹിന്ദു സമുദായങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ എല്ലാം പ്രോ PFI ആൾക്കാർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. CPMനകത്ത് ആൾക്കാർ പറയുന്നത് ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട അയാളെ സെക്രട്ടറി ആക്കണം എന്നാണ്. ഒരു ലോക്കൽ കമ്മിറ്റിയിൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾ വന്ന് കൂടിയാൽ ഒന്നും നിങ്ങൾ നോക്കേണ്ട അയാളെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കണം എന്നാണ്. ഒരു ഏരിയ കമ്മിറ്റിയിൽ പ്രത്യേക സമുദായത്തിൽ നിന്നുള്ള ഒരാളുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ നോക്കണ്ട, അയാളെ ഏരിയ സെക്രട്ടറി ആക്കണം എന്നുള്ളതാണ്. എന്തുമാത്രം വർഗീയമായ ഒരു ചേരിതിരിവിന് വേണ്ടിയുള്ള ഒരു മാറ്റമാണ് കേരളത്തിലെ CPIMനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് നേരത്തെ ഞങ്ങളിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. CPIM ഒരു മുസ്ലിം പാർട്ടിയായിട്ട് മാറാൻ സ്വാഭാവികമായിട്ടുള്ള ഒരു ജൈവഘടനയിലൂടെയാണ് അത് വരുന്നതെങ്കിൽ ആരും അതിനെ ചോദ്യം ചെയ്യില്ല. പക്ഷേ അസ്വാഭാവികമായി അതിനെ ഒരു പ്രത്യേക തരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി CPIM കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ,
നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം ആ നടപടി കുറയ്ക്കുകയല്ലാതെ CPIM അത് വർദ്ധിപ്പിക്കാനാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ് എന്റെ നിരീക്ഷണം. ആ നടപടി CPM അവസാനിപ്പിക്കുകയല്ല, അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് CPIM ശ്രമിക്കാൻ പോകുന്നത്. കാരണം ഇപ്പോഴുണ്ടായിട്ടുള്ള വോട്ട് ചോർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെ ഒരു പരസ്യ സമീപനത്തിലേക്ക് പാർട്ടി പോകേണ്ടതായിട്ടുള്ള ഒരു നിർബന്ധതയിലേക്ക് അവർ വന്നിരിക്കുക, ഗതികേടിലേക്ക് അവർ വന്നിരിക്കുക. വലിയ ഒരു തരത്തിലുള്ള വിസ്ഫോടനപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റം. പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവർ, അധ്വാനിച്ചവര്, വേർപ്പൊഴുക്കിയവര്, ഈ സൗധങ്ങളെല്ലാം കെട്ടിപ്പൊക്കിയ അതിന്റെ അടിത്തറയെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അവരെ അവഗണിച്ചുകൊണ്ട് പുതിയ കൂട്ടുകാരെ, പ്രത്യേകിച്ച് PFI നിരോധനമൊക്കെ വന്നതിനെ ഒരു അവസരമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷം പ്രത്യേകിച്ച് നടത്തുന്ന പരിശ്രമം വലിയൊരു ധ്രുവീകരണ രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ നയിക്കും. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നില്ല. നിങ്ങൾ വിചാരിക്കും ഞങ്ങളത് പറയുന്നത് ശരിയായ ഒരു നടപടിയല്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയിലും അത്തരം പ്രതിലോമ ശക്തികൾ കടന്നു വരുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് നല്ല ഒരു കാര്യമല്ല. മോദി സർക്കാർ ഉള്ളതുകൊണ്ട് ഇപ്പോ PFI നിരോധിച്ചു, ഭീകരവാദ ശക്തികളെയൊക്കെ അടക്കി നിർത്തി. വല്ല കാരണവശാലും കോൺഗ്രസോ മറ്റോ ആയിരുന്നെങ്കിൽ ആദ്യത്തെ ഫയലിൽ രാഹുൽ ഗാന്ധി ഒപ്പിടുക, PFI നിരോധനം പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. അത്രമാത്രം നീചമായ ഒരു രാജ്യവിരുദ്ധമായ ഒരു ശൈലിയിലേക്കാണ് പോകുന്നത്. ഇപ്പോ കാശ്മീരിൽ ഭീകരർ വെടിയേറ്റ് മരിച്ചു, സൈനികർ വെടിയേറ്റ് മരിച്ചു. രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താ എടുത്ത സമീപനം? ഇതെല്ലാം കാണിക്കുന്നത് നമ്മളെ നാടിനെ സംബന്ധിച്ച് കേരളം ഒരു സ്ഫോടനാത്മകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം. ഇത് ഗൗരവപൂർവം കാണുന്നതിന് പകരം തെരഞ്ഞെടുപ്പിലെ നിരീക്ഷണങ്ങളെല്ലാം ഉപരിപ്ലവമായിട്ട് ഇവർ നടത്തിപ്പോവുകയാണ്. ഇത് ശരിയായ ഒരു സമീപനമല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ പറഞ്ഞത്. അടിസ്ഥാനപരമായി CPIM-നും സംഭവിച്ചു. കോൺഗ്രസിന്റെ അവസ്ഥയും നിങ്ങൾ വിചാരിക്കണ്ട. ഇപ്പോ CPM-ന്റെ സഹായത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രചാരണത്തിന്റെ മണ്ടത്തരം കൊണ്ടാണ് ഇത്രയും സീറ്റുകൾ കോൺഗ്രസിന് കിട്ടിയത്. CPM-ന്റെ ഒരു മുഖ്യമന്ത്രി നാഴികയ്ക്ക് 40 വട്ടം നടന്ന് CAA എന്നുള്ള പ്രചരണം നടത്തിയത് കൊണ്ടാണ് UDF-ലേക്ക് ഇത്രയധികം മുസ്ലിം വോട്ടുകളുടെ ഒഴുക്കുണ്ടായത്. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരന്മാരാക്കുന്നു എന്നുള്ള പ്രചരണം 30% മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ഒരു നാട്ടിൽ ഒരാൾ നടത്തുകയാണ്. തീർച്ചയായിട്ടും അതിന്റെ പ്രയോജനം അവർക്ക് കൊടുക്കാതെ കോൺഗ്രസിന് കൊടുക്കാനാണ് ആ സമൂഹം. അരക്ഷിതാവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ട് അവരുടെ വോട്ട് മുഴുവൻ കോൺഗ്രസിന്റെ വെട്ടിയിലേക്ക്, അല്ലെങ്കിൽ 19 സീറ്റ്. പക്ഷെ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ തുടങ്ങി അവർ ജയിച്ച പല പ്രധാന മണ്ഡലങ്ങളിലും കോൺഗ്രസിന് ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വലിയ പിന്തുണ നഷ്ടമായിരിക്കുന്നു. തൃശൂരിലടക്കം നിങ്ങൾ ബൂത്തുകൾ പരിശോധിച്ചാൽ, ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അവിടുത്തെ പൂങ്കുന്നം, അതുപോലെ തൃശൂർ ടൗണ്, അങ്ങനെയുള്ള പല ബൂത്തുകളിലെ വോട്ടുകൾ നോക്കി. ഇത്രയും വർഷമായിട്ട് 25-30 വർഷമായിട്ട് നിരന്തരമായി UDF-നെ പിന്തുണയ്ക്കുന്ന തൃശൂരിലെ പരമ്പരാഗത ഭൂരിപക്ഷ സമുദായത്തിന് ശക്തിയുള്ള കേന്ദ്രങ്ങളിലെല്ലാം കോൺഗ്രസിന് വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നു. തൃശൂരിൽ മാത്രമല്ല, ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ പല ബൂത്തുകളിലും ഭൂരിപക്ഷ സമുദായത്തിലെ ഉയർന്ന സമൂഹങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പല ബൂത്തുകളിലും KC വേണുഗോപാലിന് വലിയ തോതിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവര് പരിശോധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിത് പറയാൻ കാരണം, ഈ തരത്തിലുള്ള വർഗീയ പ്രീണനം, പ്രചാരണം രാഷ്ട്രീയ ശക്തികൾ നടത്തുമ്പോൾ അതിന് തിരിച്ചൊരു പ്രത്യാഘാതം വോട്ടർമാർ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഞാൻ മറ്റ് വിശകലനങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി 20% വോട്ട് നേടി ഒരു പ്രബലമായിട്ടുള്ള ശക്തിയായി വളർന്നിരിക്കുന്നു. നിങ്ങളിൽ പലരും 2019 BJP-യുടെ വോട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റപ്പോൾ നിങ്ങൾ എഴുതിയത് അതിന് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല, 2019 BJP-ക്ക് കിട്ടിയ വോട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ 2021 BJP-ക്ക് കിട്ടിയ വോട്ടും കൂടി കമ്പയർ ചെയ്തുകൊണ്ട് 24-ലെ 3 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള
മാറ്റത്തെ കാണണം എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ BJPക്ക് 14 ലക്ഷത്തോളം വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം വർദ്ധിച്ചു. 2021 കണക്കുകളുമായിട്ടാണ് നിങ്ങൾ താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഏതാണ്ട് 14 ലക്ഷത്തോളം വരുന്ന വോട്ടിന്റെ വർധനവ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് കുറഞ്ഞിട്ടും 14 ലക്ഷത്തോളം വോട്ടിന്റെ വർധനവ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഞങ്ങള് ഈ വിജയത്തെ ശരിയായി സമഗ്രമായി വസ്തുതാപരമായി വിലയിരുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഒരു തരത്തിലുള്ള എക്സാഗറേറ്റഡ് വിലയിരുത്തലുകളിലും ഞങ്ങളില്ല. ഞങ്ങൾ വളർന്നു വരുന്ന ഒരു മുന്നണിയാണ്. ഇപ്പോൾ ഒരു സീറ്റ് കിട്ടി, 2 സീറ്റിൽ കേവലം 1%, 1.5% വോട്ടിന് തോറ്റു. 4-5 സീറ്റുകളിൽ നല്ല നിലയിൽ വോട്ട് വർദ്ധിച്ചു. 20 മണ്ഡലങ്ങളിലും താരതമ്യേന വോട്ടിന്റെ ഷെയർ വർദ്ധിച്ചു. ഇത് വസ്തുതാപരമായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. എല്ലാമായി 35-36% എത്തുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. കേരളത്തിൽ ഈ 20% നിന്ന് 30-35% ജമ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നല്ല പരിശ്രമം ആവശ്യമുണ്ട്. ഞങ്ങളുടെ വിലയിരുത്തൽ അതാണ്. പക്ഷെ ഒരു കാര്യം രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം, ഏത് സംസ്ഥാനത്തെ കണക്കുകൾ നിങ്ങൾ നോക്കിയാലും BJP ഒരു 20% അടുത്ത് വന്നതിന് ശേഷം എല്ലാ സംസ്ഥാനങ്ങളിലും അത്ഭുതകരമായിട്ടുള്ള വളർച്ചയാണ് പിന്നീടുണ്ട്. അത് ആസാമിലെ കണക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒറീസയിലെ കണക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കർണാടകയിലെ കണക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, തെലങ്കാനയിലെ കണക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഈ കണക്കുകളൊക്കെ നിങ്ങൾ നോക്കിയാൽ ഒരു 20% എത്തുക എന്നുള്ളതാണ് ഏറ്റവും കഠിനമായിട്ടുള്ള നാളുകൾ. ആ ഒരു 20% എത്തിയാൽ തീർച്ചയായിട്ടും അവിടുന്ന് അങ്ങോട്ടുള്ള ജമ്പ് വളരെ വേഗത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ്. അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ ഞങ്ങളെ സംബന്ധിച്ച് കഠിനാധ്വാനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും വിശ്രമമില്ലാത്ത നാളുകളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനുമുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് നേരെ ഇറങ്ങിച്ചെന്ന് ആരംഭിക്കാൻ പോവുകയാണ്. അതിനിടയിൽ ഒരു കാര്യം UDF-നോട് എനിക്ക് പറയാനുള്ളത്, ഈ നിയമസഭ നടക്കുമ്പോഴാണ് ഇപ്പോ ഈ ഒരു ഓർഡിനൻസ്, ഒരു ബില്ല് നമ്മുടെ ഇത് കൊണ്ടുവന്നത്, ഈ എന്താ പറയുക, ഡീലിമിറ്റേഷൻ വാർഡ്. വളരെ നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് UDF എടുത്തത്. അത് വളരെ കണക്ക് കൂട്ടിയുള്ള ഒരു ഗൂഢാലോചനയാണ് ആ ഒരു ഡീലിമിറ്റേഷൻ പ്രക്രിയയിലൂടെ സർക്കാർ ഇപ്പൊ ലക്ഷ്യം വെക്കുന്നത്. അതായത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ജനവിധിയെ ആകെ തിരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡിന്റെ വിഭജനത്തിലെ കൃത്രിമത്തിലൂടെ അതിനെ മറികടക്കാം എന്നുള്ള ഒരു വളരെ വളരെ ഒരു കുറുക്കന്റെ ബുദ്ധിയാണ് ഇക്കാര്യത്തിൽ CPM എടുത്തിരിക്കുന്നത്. അതിനോട് അത്ര ഒരു ഹോംവർക്ക് നടത്തിയ സമീപനമല്ല UDF എടുത്തിരിക്കുന്നത്. ഞങ്ങൾ അതിനെ ഗൗരവമായിട്ടാണ് കാണുന്നത്. BJP എന്തായാലും ഈ വാർഡ് വിഭജന പ്രക്രിയയെ പല്ലും നഖവും ഉപയോഗിച്ച് എല്ലാ ലീഗൽ വഴിയും ഉപയോഗിച്ച് ഞങ്ങൾ നേരിടും. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും വഴിവിട്ട്, അതായത് ജനസംഖ്യാനുപാതം, അതേപോലെ നാച്ചുറൽ ബൗണ്ടറി, ഇതെല്ലാം മറികടന്ന് വാർഡ് വിഭജിക്കാനുള്ള CPM-ന്റെ നീക്കത്തിനെതിരായിട്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാച്ച് ഡോഗ്സിനെ പോലെ, കാവൽ നായ്ക്കളെ പോലെ ഞങ്ങൾ ഉണ്ടാവും. ഇത് ശരിയായൊരു രീതിയല്ല. ഈ ജനവിധിയെ മറികടക്കാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് ഞങ്ങൾ ലീഗലായിട്ടും അല്ലാതെയും എല്ലാം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഏകപക്ഷീയമായ വാർഡ് വിഭജനത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു നടപടിക്രമത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമുള്ള പ്രചാരണങ്ങളെല്ലാം ആരംഭിക്കാൻ അടുത്ത ആഴ്ച പാർട്ടിയുടെ സമ്പൂർണ്ണമായിട്ടുള്ള നേതൃയോഗം ചേരുകയാണ്. ഇപ്പൊ 2 കേന്ദ്രമന്ത്രിമാരെ ലഭിച്ചു എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വികസനത്തിന് പറ്റിയ വകുപ്പുകളാണ് മോദിജി നൽകിയിരിക്കുന്നത്. ഞാൻ പ്രധാനമന്ത്രിയെ പ്രത്യേകിച്ചും അതിന് അഭിനന്ദനം അറിയിക്കുകയാണ്. കേരളത്തിന്റെ ടൂറിസം ആയാലും ഫിഷറീസ് ആയാലും അതുപോലെ മറ്റ് മൃഗസംരക്ഷണമായാലും എല്ലാം, അതിലെല്ലാം നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ 2 മന്ത്രിമാരോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ പിണറായി വിജയൻ ചെയ്ത സമീപനം സ്വീകരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങേയറ്റത്തെ അസഹിഷ്ണുതയോടുകൂടിയുള്ള സമീപനം മാറ്റിവെച്ച് ശ്രീ സുരേഷ് ഗോപിയുമായിട്ടും ശ്രീ ജോർജ് കുര്യനുമായിട്ടും നാടിന്റെ വികസന കാര്യത്തിലെങ്കിലും സഹകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് ഞാൻ അവരോട് പറയാൻ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന്റെ വികസനത്തിനായിട്ട് എന്തും ചെയ്യാൻ
മുന്നോട്ട് വന്നിരിക്കുന്ന രണ്ട് മന്ത്രിമാരാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ സ്വീകരിച്ചതുപോലുള്ള ഒരു തികച്ചും നെഗറ്റീവായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കരുത്. 10 വർഷത്തെ അവസരം കഴിഞ്ഞു. ഇനി 15ാമത്തെ ഈ 5 വർഷം കൊണ്ട് ധാരാളം വികസന കാര്യങ്ങൾ ടൂറിസത്തിലും മത്സ്യമേഖലയിലും തീരദേശത്തും മൃഗസംരക്ഷണ രംഗത്തും എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മാത്രമല്ല മറ്റെല്ലാ വകുപ്പുകളും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിലെ എല്ലാ വകുപ്പുകളുമായിട്ട് ചേർന്ന് പാർട്ടിയും അതിനു വേണ്ടിയിട്ട് വികസനത്തിന് വേണ്ടിയിട്ട്, കാരണം കേരളത്തിന്റെ വികസന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഞങ്ങളുടെ ആ ഭാഗത്ത് നിന്ന് അകമഴിഞ്ഞ സഹായങ്ങൾ ഉണ്ടാവും, വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ വകുപ്പിലും നടത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് ഞങ്ങൾ ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി തന്നെ മുൻകൈയെടുത്ത് എല്ലാ വകുപ്പിലും കേരളത്തിന് എന്ത് പ്രയോജനം കിട്ടും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വൈകാതെ ഒരു 2 മാസത്തിനുള്ളിൽ വിദഗ്ധന്മാരെ വെച്ച് അങ്ങനെ ഒരു പഠനം നടത്തി കേന്ദ്രത്തെ സമീപിക്കാൻ ഇപ്പൊ ഞങ്ങൾ തയ്യാറാവും. ഈ മുരളീധരൻ, അതുപോലെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അങ്ങനെയൊക്കെയുള്ള അനുഭവ സമ്പത്തുള്ള ആൾക്കാരുടെ സേവനം ഇപ്പൊ മന്ത്രിമാരല്ലാത്തത് കൊണ്ട് കുറച്ചുകൂടി സമയം അധികം നമുക്ക് കേരളത്തിന് കിട്ടും. അപ്പൊ നിലവിലുള്ള 2 മന്ത്രിമാർ, കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന 2 മന്ത്രിമാർ, ഈ രംഗത്തെ വിദഗ്ധന്മാർ, ഇവരെല്ലാവരുടെയും സേവനം പ്രയോജനപ്പെടുത്താൻ സംസ്ഥാനത്തെ പാർട്ടി ഘടകം ഒരു പ്രത്യേക മിഷൻ തന്നെ തയ്യാറാക്കുമെന്നും സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ല, അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണല്ലോ. നേതാക്കന്മാര് വരുന്നതോടൊപ്പം വോട്ടർമാർ തന്നെ കൂടൊഴിഞ്ഞ് വരണമെന്നാണ് ഞങ്ങൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. ധാരാളം ആളുകൾക്ക് വരാൻ മനസ്സുണ്ട്, അവരെയൊക്കെ സ്വീകരിക്കും. പക്ഷെ ആഗ്രഹിക്കുന്നത് കൂട്ടത്തോടെ ആ പാർട്ടികളിൽ നിന്ന് ജനസഞ്ചയത്തെ BJPയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഭൂരിപക്ഷം പ്രവർത്തകരെന്ന് ഞാൻ പറയുന്നില്ല, നല്ലൊരു ശതമാനം കേഡറുകൾ CPMലേക്ക് ഇപ്പൊ കടന്നു വരാൻ പറ്റിയ സമയമാണ് എന്നുള്ള അർത്ഥത്തിൽ അവർ കൂടുതലായിട്ട് മുസ്ലിം ലീഗ് ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം CPMനെയാണ് അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത്. അത് കണക്ക് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ബോധ്യമാവും. അത് സുധാകരനോട് ഇന്റർവ്യൂ നിങ്ങൾ നടത്തണം വ്യക്തിപരമായിട്ട്. സുധാകരൻ ജിയോട് നിങ്ങളെ ഇടയിൽ സമർത്ഥന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അദ്ദേഹത്തെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കണം. ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്റെ ഉത്തമമായ ബോധ്യത്തിന്റെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിലാണ്. ആണല്ലോ. ഇനിയിപ്പോ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഏറ്റവും പ്രകോപനപരമായ ഒരു നിലപാടിലേക്ക് CPM പോകുമെന്നുള്ളതാണ് എന്റെ എപ്പോഴത്തെയും വിലയിരുത്തൽ. ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. ഇനി മലയാള നാടിനൊരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് പതിയെ CPM പോകും. അതിന് പിണറായി വിജയന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാരണങ്ങളാണ്. 2, ഈ ഒരു ഘട്ടത്തിൽ CPMനെ ഈ തകർച്ചയിൽ നിന്ന് നേരിടാൻ അതാണ് വഴി എന്നുള്ള ഒരു സമീപനത്തിലേക്ക് അവർ പോകും. അല്ല, അത് CPMലെ അണികളോട് ചോദിച്ചാൽ മതി. എനിക്കൊരു പ്രകോപനമില്ല. അല്ല, അതിൽ എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞത്. മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ളത് ഞാനിപ്പം ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആവുന്നതിനോ ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി ആവുന്നതിനോ ആര് മുഖ്യമന്ത്രി ആവുന്നതിനെതിരല്ല. അതായത് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇങ്ങനെ ഒരു പേര് വെച്ച് പാർട്ടി പിടിക്കുക, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പിന്തുണ പിടിക്കുക എന്നുള്ള ഒരു ലൈനിലേക്ക് പോകും. എന്തിനാണ് നിങ്ങൾ പ്രകോപനമുണ്ടത്? എനിക്ക് ആര് മുഖ്യമന്ത്രി ആയാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രി വരണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. BJP ഒരു സീറ്റിലും മുസ്ലിങ്ങളെ മത്സരിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞ സഹോദരിക്ക് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ ഇത് രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും നിലവിലുള്ള രാജ്യസഭാ അംഗങ്ങളുടെ കണക്കിനെ കുറിച്ചും പറഞ്ഞതാണ്. ബാക്കി എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അതിലൊട്ടും ഒരു മതപരമായിട്ടോ എന്തെങ്കിലും ഒരു ചിന്താഗതി വെച്ചിട്ട് പറഞ്ഞതല്ല. നമ്മൾ എപ്പോഴും സ്വീകരിക്കുന്ന ഒരു സമീപനം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബാക്കി
വിഭവങ്ങളുടെ പങ്കുവയ്ക്കുമ്പോഴും ഒക്കെ സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. അതിൽ നിന്ന് രണ്ട് മുന്നണികളും പുറകോട്ട് പോയി എന്ന് പറയാനാണ് ആക്ഷേപമുള്ളവർക്ക് അങ്ങനെ ചിന്തിക്കാം. എന്റെ നിരീക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു. കേരളത്തിൽ എന്തായാലും അങ്ങനെ പറയാൻ പറ്റില്ല. അതെ, കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് കേരളത്തിൽ 2 മന്ത്രിമാരെ എടുത്തപ്പോ ഞാൻ പറയട്ടെ, കേന്ദ്ര മന്ത്രിസഭയിൽ ന്യൂനപക്ഷങ്ങൾ ധാരാളം ഉണ്ട്. ജയിക്കാത്ത ആളെ ഇപ്പൊ ഞങ്ങൾ ആക്കിയില്ലേ. സീറ്റ് വിഭജനം ജയിക്കാൻ വേണ്ടിയല്ലേ. 20 സീറ്റിൽ പിന്നെ മായാവതി മുസ്ലിങ്ങളെ മത്സരിപ്പിച്ചു. ഇപ്പൊ മായാവതി പറയാണ് ഇനി ഒരു മുസ്ലിമിനെ ഞാൻ ഉത്തർപ്രദേശിൽ മത്സരിപ്പിക്കില്ല. എന്നോട് ചൂടായിട്ട് കാര്യമല്ല, ഞാൻ പറഞ്ഞതല്ല. അല്ല, നല്ലതല്ല ഞാൻ പറഞ്ഞു. ഞാൻ അതാണ് പറഞ്ഞത്. നമ്മൾ കേരളത്തെ പറ്റിയല്ലേ എനിക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഞാനൊരു കേരളത്തിന്റെ ഒരു പാവപ്പെട്ട പ്രസിഡന്റ് അല്ലേ. നിങ്ങൾ ഈ വലിയ വലിയ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാലേ എങ്ങനെ? അല്ല, അതെ, ശരിയല്ല. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു. അല്ലല്ല, ഞങ്ങളെ ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ബാക്കി അതിപ്പോ ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്, കുറേ നിങ്ങളാ തീരുമാനിക്കുന്നത്. പിന്നെ ബാക്കി കുറച്ച് കേന്ദ്രം. അല്ല, അതെനിക്ക് പറയാൻ പറ്റില്ല. ഏതൊരാൾക്കും അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ എവിടെ ഇരിക്കണം എന്ന് പറയാൻ എനിക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു? അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രമുഖ ചാനലിന് നൽകിയ എൻ്റെ ഇന്റർവ്യൂവിൽ ഞാൻ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്. അവർ പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒക്കെ ഒന്ന് തന്നെയാണ്. എല്ലാവരും ആഗ്രഹിക്കും. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്, അവിടെ തന്നെ നിൽക്കുക എന്നുള്ളത്. അല്ല, നിങ്ങൾ ശ്യാമന് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അവിടെ തന്നെ നിൽക്കുക. എല്ലാവരും അതാണ് ആഗ്രഹിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവിടെ തന്നെ നിൽക്കുക. അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക. ഇനിയും മനസ്സിലായില്ലെങ്കിൽ എനിക്ക് അതിൽ വേറൊരു ഭാഷ പറയാനില്ല. അതല്ല ഞാൻ ഇത്രയും നേരം പ്രസംഗിച്ചത്. എന്താണ് നീ കൂടുതൽ എന്താ പറയേണ്ടത്? അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അവർ ആരംഭിക്കാൻ പോകുന്നത്. അതിനെ തടയിടുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് എമർജ് ചെയ്ത് വരുന്ന ഒരു മുന്നണി എന്നുള്ള നിലയിൽ. അതൊന്നും ഇപ്പൊ പ്രവചിക്കാനായിട്ടില്ല. ഇപ്പോഴും ഇപ്പൊ ഒരു ട്രൈപോളാർ കോൺടെസ്റ്റിലേക്ക് കേരളം വന്നിരിക്കുകയാണ്. അല്ലാതെ പിന്നെ അവർക്കൊക്കെ എല്ലാവർക്കും പദവികൾ നൽകി, പദവികളല്ല ചുമതലകൾ, ഞങ്ങളുടെ പാർട്ടിയിൽ പദവിയില്ല, ചുമതലകൾ നൽകി എല്ലാവരെയും ഒരുമിപ്പിച്ച് ഒരു റിയാലിറ്റി എല്ലാവരും ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട്. എന്താണ്? ശക്തമായി വീറോടെ പൊരുതി മുന്നോട്ട് പോയാൽ ഫലം കൊയ്യാൻ സാധിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികളുണ്ടാവും. മുരളീധരനെ ഞാൻ ക്ഷണിക്കുകയാണ്. അല്ല, മുരളീധരൻ ഒന്നും കൂടി വരട്ടെ എന്ന് പാലക്കാടേക്ക്. മുരളീധരൻ എല്ലായിടത്തും BJPയെ തോപ്പിക്കാൻ വരുന്നു എന്ന് പറയുന്ന ഒരു പ്രചരണമാണല്ലോ പണ്ട് പോലെ ഉണ്ടായിരുന്നത്. വരട്ടെ, പാലക്കാടേക്ക് വരട്ടെ. അല്ല, അങ്ങനെയാണല്ലോ പുള്ളി പറയുന്നത്. ഞാനൊരു ഭയങ്കര ആളാണ്, ആണ്ടി വലിയ ആളാണ്, ആണ്ടി വന്നാൽ തൃശ്ശൂരിൽ പിന്നെ സുരേഷ് ഗോപി തോൽക്കും, ആണ്ടി വലിയ അടിക്കാരനാണെന്ന് പറഞ്ഞാണ് പുള്ളി വരുന്നത്. അത് ഞാൻ പറഞ്ഞതുകൊണ്ട് പാലക്കാട് ബൈ ഇലക്ഷൻ ആയതുകൊണ്ട് വരുന്നെങ്കിൽ വരട്ടെ. ഇത് രണ്ടും ചേരുമ്പോഴാണ് വിജയിക്കുന്നത്. അതിനല്ലേ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്, അല്ലെങ്കിൽ ഒരു ചിഹ്നം മാത്രം നിർത്തിയാൽ പോരെ? എന്തിനാ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്? സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായിട്ടുള്ള മികവും പാർട്ടിയുടെ ശക്തമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകുമ്പോഴാണ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത്. നമ്മളിവിടെ ലോക്സഭയിലേക്കൊന്നും സ്വതന്ത്രന്മാർ മത്സരിച്ച് ജയിച്ച പതിവില്ല. പണ്ട് KK നായരൊക്കെ നിയമസഭയിലേക്ക് ജയിച്ചിട്ടുണ്ട്. പക്ഷേ സ്വതന്ത്രന്മാർ നിന്നിട്ട് ജയിക്കുന്ന പതിവ് നമ്മളെ കേരളത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായിട്ട് നല്ല മികവുണ്ട് എന്നുള്ളതല്ലേ ഇന്നലെ ടീച്ചർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ശാരദ ടീച്ചർ, നിങ്ങൾ ആ വാക്കുകളിലെ ശരിയല്ലേ? അതായത്
സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാൾക്ക് പേഴ്സണലി എത്രമാത്രം സ്വീകാര്യത ഉണ്ട് എന്നുള്ളത് വേറെ ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. ഇങ്ങനത്തെ എത്രയോ ആയിരക്കണക്കിന് അമ്മമാരുണ്ട്. ആ ടീച്ചറുടെ വാക്കുകളിൽ നിന്ന് വളരെ വളരെ വ്യക്തമല്ലേ? പിന്നല്ലാണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും ദുർബലന്മാരെ നിർത്തിയിട്ടുണ്ടോ? അല്ല, ജയരാജൻ സാർ തന്നെ പറഞ്ഞു, AP ജയരാജൻ തന്നെ പറഞ്ഞില്ലേ. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് നിങ്ങൾ പറയും. ഞങ്ങൾ കരുത്തന്മാരായ ആളെ എല്ലാം നിർത്തുന്നുണ്ട്. AP ജയരാജൻ തന്നെ പറഞ്ഞില്ലേ നല്ല സ്ഥാനാർത്ഥികളാണെന്ന്. വയനാട്ടിൽ ഇതുവരെ മോശം ആൾക്കാരും മത്സരിച്ചിരുന്നോ? അല്ല, എത്ര തെരഞ്ഞെടുപ്പുണ്ട്. രശ്മിൽനാഥ് നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. തുഷാർജി നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. എന്റെ ഞാൻ പറയുന്നില്ല, അത് ആണ്ടിയോലായി പോ. എല്ലാ മണ്ഡലത്തിലും നല്ല സ്ഥാനാർത്ഥികളുണ്ടാവും. അല്ല, അതും ഞാനല്ലല്ലോ, അവിടുന്നല്ലേ തീരുമാനം. അവിടുന്ന് കടലിൽ ചാടാൻ പറഞ്ഞാലും ചാടുമല്ലോ, മരം കയറാൻ പറഞ്ഞാലും കയറുമല്ലോ. അതാണ് ഞങ്ങളെ പാർട്ടി. നിങ്ങൾ എന്ത് എഴുതിയിട്ടും കാര്യമില്ല. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായിട്ട് ധാരാളം ആരോപണങ്ങളും ആക്രമണങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം. സുരേഷ് ഗോപിക്കെതിരെ ആണെങ്കിൽ ഒരു കൊല്ലം മുമ്പ് തന്നെ അത്തരം ആരോപണങ്ങൾ വന്നു. അദ്ദേഹത്തെ കൽക്കത്തയിലേക്ക് തട്ടുകയാണ് സുരേന്ദ്രൻ, ഇവിടെ സീറ്റ് കൊടുക്കില്ല. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മോശമായ രീതിയിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം നടത്തി എന്നുള്ള ആരോപണം വന്നു. പല പല ആരോപണങ്ങളും വന്നു. അനിൽ ആന്റണിക്കെതിരെ ആരോപണം വന്നു, ശോഭാ സുരേന്ദ്രനെതിരെ ആരോപണം വന്നു, രാജീവ് ചന്ദ്രശേഖർജിക്കെതിരെ ആരോപണം വന്നു. അപ്പോൾ രാഷ്ട്രീയത്തിലെ എതിരാളികളും ചില മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാം അത്തരം ആരോപണങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയുണ്ടായി. നേരിട്ട് വന്ന അത്തരം ആരോപണങ്ങളെല്ലാം പാർട്ടി പ്രവർത്തകർ അവരുടെ സർവശക്തിയും എടുത്തിട്ട് അതിനെല്ലാം പരാജയപ്പെടുത്തി. ഈ ആരോപണങ്ങളെല്ലാം നേരിടാൻ സജ്ജരായ രീതിയിൽ രാഷ്ട്രീയം ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. പക്ഷേ ഏറെ വേദനാജനകമായ ഒരു കാര്യം, സ്വന്തക്കാരാണെന്ന് നടിക്കുന്ന ചില ആളുകൾ നടത്തിയ ഏറ്റവും നീചമായിട്ടുള്ള പ്രചരണങ്ങളായിരുന്നു. ആ പ്രചാരണം BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെയും രാജീവ് ചന്ദ്രശേഖരെയും പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഏതൊരു യുദ്ധമുഖത്തും എതിരാളികളുടെ ഏത് ആക്രമണത്തെയും നേരിടാൻ സജ്ജരായി നിൽക്കുന്ന പടയാളികൾക്ക് സ്നേഹം നടിച്ചു വരുന്ന ആളുകൾ നടത്തുന്ന ഇത്തരം നീചമായ പ്രചരണങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സുരേഷ് ഗോപിയെയും രാജീവ് ചന്ദ്രശേഖരനെയും പരാജയപ്പെടുത്താൻ സംസ്ഥാന BJP നേതൃത്വം പരിശ്രമിക്കുന്നു എന്ന് ആവർത്തിച്ച് ചില ആളുകൾ പറഞ്ഞു. അത് പ്രോത്സാഹിപ്പിച്ചാൽ, അതിന് എൻഡോഴ്സ്മെന്റ് കൊടുത്താൽ ഇനി വരുന്ന പ്രസിഡന്റുമാർക്കും ഭാവിയിലെ തെരഞ്ഞെടുപ്പുകൾക്കും എല്ലാം അത് വലിയ ദോഷം ചെയ്യും. അതാണ് നമ്മളെ ഒരു വിലയിരുത്തൽ. അല്ല, ഞാനത് ഒരു വാക്കിലെല്ലാം പറഞ്ഞു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി അതിന്റെ കൂടുതൽ ഡെക്കറേഷൻ വേണ്ട. അല്ല, എയിംസിന്റെ കാര്യത്തിൽ MK രാഘവൻ അത്ര ചാടൊന്നും വേണ്ട. എന്താ അയാൾ 10 കൊല്ലം 15 കൊല്ലം ഇവിടെ MP ആയിരുന്നില്ലേ? എന്താ ഇത്? ഞാനൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു വലിയൊരു എയിംസ് പ്രേമം വന്നിരിക്കുന്നു. എയിംസിനെ കുറിച്ച് എല്ലാ MPമാർക്കും അവരുടെ നിലപാടുകളുണ്ട്. ഏത് സ്ഥലത്ത് എയിംസ് വരണം എന്നുള്ളത് ഉചിതമായ സമയത്ത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ തീരുമാനമെടുത്ത് അറിയിക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പറയാനുള്ള വേദിയിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറയും. അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല സാർ. ഞാനൊരു കോഴിക്കോടുകാരനല്ലേ? എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അതായത് ഞാൻ ഒന്നും കൂടി നിങ്ങളോട് പറയാം, ഒരു അവ്യക്തതയും വേണ്ട. എയിംസിനെ സംബന്ധിച്ച് ഇപ്പോൾ MK രാഘവൻ നടത്തുന്നത് ഒരു തനി രാഷ്ട്രീയ കളിയാണ്.
15 കൊല്ലം എം പി ആയിട്ട് ഇരുന്നിട്ട് ഒന്നും ചെയ്യാത്ത ആൾ ഇപ്പോൾ ഒരു വെളിപാട് പോലെ ഞാൻ എയിംസുമായിട്ട് ഇവിടെ അവതരിക്കുന്നു എന്ന് പറയുന്നതിലൊന്നും അർത്ഥമല്ല. സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം പണ്ടത്തെ പോലെയല്ല, ഒരു എലക്റ്റഡ് എം പിയാണ്, നോമിനേറ്റഡ് എം പി അല്ല. അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച എം പിയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും ഇത്തവണ അവരവരുടെ സ്ഥലങ്ങളിൽ എയിംസ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എം പിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, മുൻ മന്ത്രിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ശരിയായി ഇതെല്ലാം മനസ്സിലാക്കി എവിടെയാണ് ആവശ്യം, ഏറ്റവും ആവശ്യം എവിടെയാണ്, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഏത് മേഖലയിൽ എവിടെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം ചർച്ച നടക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം പറയാനുള്ള വേദികളുണ്ട്. അവിടെ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് നിങ്ങളെ അറിയിക്കും. ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവേണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. എന്തേ 4 സ്ഥലത്ത് ഏറ്റെടുക്കാൻ പോയത്? സർക്കാരിന് ഒരു സ്ഥലം ആദ്യം തീരുമാനിക്കാൻ പറ്റാതെ പോയത്? ഈ ഗവൺമെന്റ് എവിടെയാ? ഞാൻ ഏറ്റെടുക്കാനൊന്നും ഇല്ലല്ലോ സാർ. KSIDCയുടെ ഭൂമിയല്ലേ, എന്താ ഏറ്റെടുക്കാനുള്ളത്? അല്ല, KSIDCയുടെ ഭൂമി ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അല്ല, അങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. എന്തിനാണ് ഈ ദുഷ്ടലാക്ക്? ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എയിംസിന്റെ കാര്യത്തിൽ ആവശ്യമായ ചർച്ചകൾ ഉണ്ടാവുമ്പോൾ ഉചിതമായ അഭിപ്രായം ഞാൻ പറയേണ്ടടുത്ത് പറയും. നിങ്ങളോടല്ലല്ലോ ആദ്യം പറയേണ്ടത്. ആർക്കെന്തിന്? കോഴിക്കോട്ടുകാരനായ എനിക്കോ? അല്ല, വെള്ളാപ്പള്ളി നടേശൻ ആ കാര്യത്തിൽ എടുത്ത അഭിപ്രായം സത്യമല്ലേ? നിങ്ങൾ അദ്ദേഹത്തെ ക്രൂശിക്കുന്നു എന്നുള്ളതിന് ഞാൻ എന്തിന്റെ മറുപടി പറയുന്നു? താങ്ക് യു.